ഹലോ, ഇന്ന് നമുക്ക് പാവയ്ക്ക കൊണ്ടൊരു കിടിലൻ റെസിപ്പി തയ്യാറാക്കിയാലോ? പാവയ്ക്ക എന്ന് കേൾക്കുമ്പോഴേ എല്ലാവരുടെയും നെറ്റി ചുളിയും. കൂടുതൽ പേർക്കും അതിൻ്റെ കയ്പ്പ് ഉള്ളതുകൊണ്ട് ഇഷ്ടമല്ല. കുട്ടികൾ ആരും കഴിക്കാറില്ലാത്തൊരു ഐറ്റമാണ്. പക്ഷേ ഇതെല്ലാവരും ചോദിച്ച് മേടിച്ച് കഴിക്കുന്ന രീതിയിൽ നമുക്കൊന്ന് തയ്യാറാക്കിയാലോ? ഇത് പാവയ്ക്ക, ഞാൻ 2 പാവയ്ക്കാണ് എടുത്തത്. അതിനെ ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ട് മുറ്റിയ പാവയ്ക്കാണെങ്കിൽ അതിനകത്ത് വിത്ത് കുറച്ച് കട്ടിയായിരിക്കും. അങ്ങനെയുള്ള വിത്തുകളെല്ലാം നമുക്കങ്ങ് നീക്കം ചെയ്യാം. വിത്ത് മാത്രം എടുത്ത് കളഞ്ഞാൽ മതി. അതിൻ്റെ കൂടെയുള്ള വൈറ്റ് കളർ ഇരിക്കുന്ന ഒന്നും കളയണ്ട. ഇതുപോലെ നമുക്ക് അതിൻ്റെ വിത്തുകളെല്ലാം അങ്ങ് നീക്കം ചെയ്യാം. പാകമാകാത്ത വിത്താണെങ്കിൽ അത് ഇരുന്നോട്ടെ, കുഴപ്പമില്ല. നമുക്ക് മുറ്റിയ വിത്തുകൾ മാത്രം എടുത്ത് മാറ്റിയാൽ മതി. അതെടുത്ത് മാറ്റിയിട്ട് ഇതൊക്കെ പിഞ്ചായിട്ടുള്ളതൊന്നും ഞാൻ എടുത്ത് മാറ്റിയിട്ടില്ല. മുറ്റിയത് മാത്രം മാറ്റിയത്. എന്നിട്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും ചേർക്കണം. ഉപ്പും ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് പിന്നെ അതിലല്പം ഗരം മസാലപ്പൊടിയും കൂടെ ചേർക്കണം. ചേർത്തിട്ട് നമുക്ക് കൈ കൊണ്ട് അതിനെ ഒന്ന് മിക്സാക്കാം. വളരെ ബലം കൊടുത്ത് മിക്സാക്കേണ്ട, പൊടിഞ്ഞു പോകും. ഒരു പരുവത്തിൽ നമ്മൾ ഇളക്കി ഒന്ന് മിക്സാക്കി എടുക്കണം ആ മസാലകൾ. അത് മിക്സ് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇനി ആവശ്യം 2 മുട്ടയാണ്. ആ 2 മുട്ട നമുക്ക് ഒരു മിക്സിംഗ് ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കണം. 2 മുട്ട ഒന്നിച്ച് പൊട്ടിച്ചൊഴിച്ചിട്ട്, കാരണം ഈ പാവയ്ക്കയിൽ മുട്ടയും കൂടെ ചേർത്ത് തയ്യാറാക്കി നോക്കുക. ഇതുവരെയും ചെയ്തിട്ടില്ലാത്തവരായിരിക്കും ഏറെക്കുറെ പേരും. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ചെയ്തിട്ട് റെസിപ്പി ഇടുന്നത്. ഈ മുട്ട നമുക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടങ്ങ് മിക്സാക്കി എടുക്കണം. നന്നായിട്ട് തന്നെ അതിൻ്റെ മഞ്ഞയും വെള്ളയും കരുകൾ തമ്മിൽ യോജിക്കണം. മിക്സാക്കി എടുത്തിട്ട് നമുക്ക് ആദ്യം മസാല തേച്ച് വെച്ചേക്കുന്ന പാവയ്ക്കയിലേക്ക് ഇതങ്ങ് ഒഴിച്ചിട്ട് നമുക്ക് വീണ്ടും അതിനെ ഒന്ന് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. മസാല തേച്ച് വെച്ചേക്കുന്ന പാവയ്ക്കയുടെ എല്ലാ ഭാഗത്തും മുട്ട പുരളണം. ആ പാകത്തിന് നമ്മളൊന്ന് തേച്ച് പിടിപ്പിക്കണം. പാവയ്ക്ക എന്നാൽ പൊടിഞ്ഞു പോകുകയും ചെയ്യരുത്. ആ പരുവത്തിൽ തേച്ച് മിക്സാക്കിയിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഇതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് ആ മസാലയെല്ലാം പിടിച്ചിരിക്കുകയാണ്. മുട്ടയും പിടിച്ച് റെഡിയായിരിക്കുന്ന പാവയ്ക്ക ഒന്നൊന്നായിട്ട് നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നമുക്ക് ആദ്യമേ ഞാൻ വലിയ പീസുകളാണ് ഇട്ടത്. ചെറിയ പീസ് പിന്നെ ഇട്ട് വറുക്കാമെന്ന് വിചാരിച്ചു. കാരണം പാവയ്ക്കയിൽ കയ്പ്പ് രസം ഉള്ളതുകൊണ്ടാണ് ഏറെക്കുറെ പേരും കഴിക്കാത്തത്. നമ്മൾ സ്ഥിരം പാവയ്ക്ക കൊണ്ട് ഒരേ റെസിപ്പി തന്നെ ചെയ്യുമ്പോൾ എന്തായാലും എല്ലാവരും മടുക്കും. നമ്മൾ മാറി പാവയ്ക്ക കൊണ്ട് ഓരോരോ ഐറ്റംസ് ചെയ്ത് നോക്കൂ. ആരും കഴിക്കാത്തവർ വരെ ഇതെന്താ ഐറ്റം, ഇതെന്താ ടേസ്റ്റ്, എത്ര ടേസ്റ്റെന്നും പറഞ്ഞ് ചോദിച്ച് മേടിച്ച് കഴിക്കും. അതുകൊണ്ടാണ് ഞാൻ പാവയ്ക്കയിൽ വെറൈറ്റികളൊക്കെ ചെയ്ത് നോക്കുന്നത്. അങ്ങനെയാണ് ഇന്ന് മുട്ട ചേർത്തൊന്ന് ഫ്രൈ ആക്കാൻ വെച്ചത്. സത്യം പറഞ്ഞാൽ ഇവിടെ ചെയ്ത് വെച്ചതേ ഓർമ്മയുള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സാധനം ഇവിടെ തീർന്ന് കിട്ടി. കഴിക്കാത്തവർ പോലും ഇത് കഴിച്ചു എന്നുള്ളതാണ് സത്യം. പിന്നെ പാവയ്ക്കയുടെ ഒരു കയ്പ്പ് രസവും നമുക്കിത് കിട്ടുന്നില്ല. കാരണം മുട്ടയും കൂടെ ചേർന്ന് തയ്യാറാക്കുന്നതുകൊണ്ട് അത്ര ടേസ്റ്റിയായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഇങ്ങനെ ഞാൻ പാവയ്ക്കെല്ലാം ഇതുപോലെ നിരത്തി കഴിഞ്ഞിട്ട് നമ്മുടെ പ്ലേറ്റിൽ മുട്ടയുടെ അത് നീരിറങ്ങി ആ ഗ്രേവി എല്ലാം കൂടെ കുറച്ച് മാറിയിരിക്കുകയായിരുന്നു. അതിന് ഞാൻ കുറേശ്ശെ സ്പൂൺ വെച്ച് കോരി ഈ പാവയ്ക്കയുടെ നടുക്ക് വന്ന ഹോൾസിലെല്ലാം ഫില്ല് ചെയ്തു. അത് മുട്ടയും മസാലയും എല്ലാം കൂടെ ചേർന്നതാണ്. അതും കൂടെ ഇതിലേക്ക് ഇങ്ങനെ ഞാൻ കോരിയും ഒഴിച്ചു കുറച്ച് അടുത്ത ഇനി ഒരു പ്രാവശ്യം കൂടെ ഇട്ടാലേ എനിക്കത് വറുത്ത് കോരി എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ ചെയ്യുകയാണ് ചെയ്തത്. ഒരു പ്രാവശ്യം നിങ്ങളും പാവയ്ക്കകൾ മേടിക്കുന്ന കൂട്ടത്തിലല്ലേ? ഈ ഷുഗറിനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ പാവയ്ക്ക. മിക്കുള്ളവരും മുതിർന്ന ആൾക്കാർ കഴിക്കും. വീട്ടിൽ ഇളം തലമുറയ്ക്കാണ് ഇത് പാവയ്ക്ക എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കരമായ അലർജി. ഒരു തൊടത്തുകൂടെയില്ല. ഞാൻ പാവയ്ക്ക കൊണ്ട് നേരത്തെ ചമ്മന്തിയൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ആ റെസിപ്പിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. ഇക്കൂട്ടത്തിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ വീഡിയോ ഇഷ്ടമാകുന്ന ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. മറക്കരുതേ ആരും ലൈക്ക് ചെയ്യാൻ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ നമ്മുടെ ഈ മൂത്ത പാവയ്ക്ക് ഒരു വശം മൂത്ത് കഴിയുമ്പോൾ മറിച്ചിട്ടിട്ട് മറുവശവും കൂടെ മൂത്ത് നമുക്കിതുപോലെ ഇങ്ങനെ കോരിയെടുക്കാം. ഒന്നൊന്നായിട്ട് തന്നെ നമുക്ക് കോരിയെടുക്കാൻ പറ്റും. ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല.
എന്നും പാവയ്ക്ക കൊണ്ട് ഒരേ ഐറ്റം ചെയ്യാതെ മാറി മാറി നമ്മൾ ചെയ്ത് കൊടുത്താൽ വീട്ടിലുള്ളവർ എന്തായാലും കഴിച്ചോളും. കാരണം നമ്മൾ സ്ഥിരം ഒരേ ഐറ്റം ചെയ്യുമ്പോഴാണ് അവർക്ക് ഒരു മടുപ്പുണ്ടാകുന്നത്. ഇതിങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ പാവയ്ക്കയുടെ കയ്പ്പൊന്നും കിട്ടത്തുമില്ല. നല്ല മണവും രുചിയുമാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും. ചോറിനൊപ്പം ഇതും വേറെ എന്തെങ്കിലും ഒരു അച്ചാറും കൂടെയൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും കേട്ടോ. ഇത് കുട്ടികളെല്ലാവരും ചോദിച്ച് മേടിച്ച് കഴിച്ചോളും. പാവയ്ക്കാണെന്ന് പോലും പെട്ടെന്ന് തിരിച്ചറിയില്ലാരും. ട്രൈ ചെയ്ത് നോക്കണേ ഒന്ന്.